ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിനോടൊപ്പം റിപ്പോർട്ടറിനോടൊപ്പം ന്യൂസ് മലയാളം 24/7 എന്ന് പറയുന്ന ചാനൽ കൂടി വരുമ്പോഴത്തേക്ക് 1, 2, 3 ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ മത്സരിക്കാൻ പോകുന്ന ചാനലുകളുടെ പട്ടികയിലേക്ക് ന്യൂസ് മലയാളം 24/7 കൂടി വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതൊക്കെയും നിഷ്പക്ഷമായ വാർത്തകൾ ഏതൊരു മലയാളിക്കും ഇത് എൻ്റെ ചാനലാണ് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ പറയാൻ സാധിക്കും. ന്യൂസ് മലയാളം 24/7 ഇനി നമ്മുടെ കൂടി ചാനലാണ് എന്ന് പറയാൻ സാധിക്കത്തക്ക രീതിയിൽ നമുക്ക് ഒരു ബന്ധമുള്ള ആളാണ് പ്രേംകുമാർ സാർ എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതൊക്കെയാലും BLM ഗ്രൂപ്പിനും ന്യൂസ് മലയാളം 24/7 എല്ലാവിധ ആശംസകളും നമുക്ക് പറയേണ്ടതുണ്ട്. ഒരു മികച്ച ചാനലായിട്ട് തന്നെ, അതായത് കേരളത്തിലെ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചാനലുകളായിട്ട് ഈ ചാനൽ വരും അല്ലെങ്കിൽ മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബിഗ് TVയിൽ നിന്ന് വരുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും അക്കോമഡേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെയാണ് BLM എന്നുള്ളതും ഒരു വസ്തുതയാണ്.